എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ഇപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ കളക്ഷൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഉതകുന്ന രീതിയിൽ, പബ്ലിക് എക്സാമിന് വളരെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തു വരികയാണ്. തുടർച്ചയായി നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 3 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 7, 77, 777 എക്സെട്ര അപ് ടു n ടേംസ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിന്റെ ഈ ഒരു സീക്വൻസിന്റെ തുക അല്ലെങ്കിൽ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കണ്ടുപിടിക്കേണ്ട ഇതാണ്. SN എന്ന് കൊടുത്താൽ 7 പ്ലസ് 7 7 പ്ലസ് 7 7 7 പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ചെയ്യേണ്ട ഇതാണ്. ആദ്യം ഇത് എല്ലായ്പ്പോഴും ഒരേപോലെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതേ ചോദ്യം തന്നെ പല രീതിയിൽ ചോദിക്കാം. ഇപ്പം ഈ സംഖ്യ മാത്രം മാറും. 8 88 888 അങ്ങനെ ചോദിക്കാം. 9 99 999 ആ രീതിയിൽ ചോദിക്കാം. 5 55 555 ആ രീതിയിൽ ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എല്ലായിടത്തും പ്രൊസീജിയർ സെയിം ആണ്. കണ്ടുപിടിച്ചോളൂ. ആദ്യം നമ്മൾ 7 പുറത്തെടുക്കും. അപ്പോൾ ബാക്കി വരുന്നത് 1 പ്ലസ് 11 പ്ലസ് 1 1 1 പ്ലസ് എക്സെട്ര ഈ രീതിയിലാണ് വരുന്നത്. ശരിയാണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു 9 കൊണ്ട് ഹരിക്കും, അത് ബാലൻസ് ചെയ്യാൻ ഒരു 9 കൊണ്ട് ഗുണിക്കും. ഈ സ്റ്റെപ്പ് അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, 7നെ 9 കൊണ്ട് ഹരിക്കും, ഹരിച്ചത് ബാലൻസ് ചെയ്യാൻ 9 കൊണ്ട് ഗുണിക്കും. ഇനി ബാലൻസ് ചെയ്യാൻ ഗുണിച്ച 9 അകത്തേക്ക് കൊടുക്കും. ഈ 9 എല്ലാ ടേംസിലേക്കും കയറി വരും. ശരിയാണല്ലോ. അപ്പം 7/9 ഇൻറ്റു ഈ 9 ഉള്ളിലേക്ക് വരുമ്പോൾ 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? 7/9 ഇൻറ്റു ഈ 9ന് പകരം 10 മൈനസ് 1 എന്ന് കൊടുക്കാം. ശരിയല്ലേ? 10ൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് 9. ഈ 99ന് പകരം 100 മൈനസ് 1 എന്ന് കൊടുക്കാം. 999ന് 1000ൽ നിന്ന് 1 കുറയ്ക്കുന്നു എന്ന രീതിയിൽ കൊടുക്കാം. പ്ലസ് എക്സെട്ര. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഒരേ സിമിലർ ആയിട്ടുള്ളവരെ ഒരുമിച്ചാക്കുക. 10 100 1000 ഇതൊക്കെ ഒരുമിച്ച് വരും. പ്ലസ് എക്സെട്ര. ഇനി -1 -1 -1 അത് ഒരുമിച്ചാവും. മൈനസിങ് പുറത്തെടുത്താൽ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര എന്ന രീതിയിൽ മാറും. ഓക്കെ, -1 -1 -1 അങ്ങനെയാ പോകുന്നത്. മൈനസ് എല്ലായിടത്തും നിന്ന് പുറത്തു വന്ന ഒരു ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം അകത്ത് 1 പ്ലസ് 1 പ്ലസ് എന്ന് എഴുതാം. മൈനസ് ഉള്ളിലേക്ക് പോയാൽ -1 -1 -1 തന്നെ. അത് മൈനസ് പുറത്തെടുത്ത് ഒരു ബ്രാക്കറ്റ് കൊടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ആദ്യത്തെ ഒരു സീക്വൻസ് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലേ? സോ 7/9 ഇൻറ്റു ഇതൊരു GP ആണ്. GP അതായത് 10 ഗുണിച്ച് പോകുന്ന GP ആണ്. 10ന്റെ കൂടെ 10 ഗുണിച്ച 100, 100ന് 10 ഗുണിച്ച 1000. ശരിയല്ലേ? അവിടെ ആദ്യ പദം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാലും 10 തന്നെയാണ് അല്ലെ? അത് എല്ലായ്പ്പോഴും അങ്ങനെ വരുള്ളൂ. സമാനമായ ചോദ്യങ്ങളിലെല്ലാം ഇതേപോലെ തന്നെയാണ്. ആദ്യ പദം 10ഉം കോമൺ റേഷ്യോ പൊതുഗുണിതം 10 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പദം ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 10, കോമൺ റേഷ്യോ എന്ന് പറയുന്നതും 10 തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കിട്ടിക്കഴിഞ്ഞാൽ ഈ കോമൺ റേഷ്യോ ആണ് തീരുമാനിക്കുന്നത് GPയുടെ സമ്മിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം. GPയുടെ തുക കണ്ടുപിടിക്കാൻ, GPയുടെ സം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. SN is equal to A into r⁻n−1/r−1 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. A into 1-r⁻n/1 - r എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ കോമൺ റേഷ്യോയുടെ വില. കോമൺ റേഷ്യോ 1നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. SN is equal to A into r⁻n−1/r−1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമ്മൾ സം കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിച്ച് പറഞ്ഞേ. എയുടെ സ്ഥാനത്ത് ഫസ്റ്റ് ടേം 10. ഓക്കെ, 10 ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് കോമൺ റേഷ്യോ 10 തന്നെ (n−1/r−1) എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ 10 -1 -1 എന്ന് പറയുന്ന ആള് ഒരു n ടൈംസ് കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം n തന്നെയായിരിക്കും. കാരണം 1 5 പ്രാവശ്യം കൂട്ടിയാൽ ഉത്തരം 5, 1 10 പ്രാവശ്യം കൂട്ടിയാൽ ഉത്തരം 10. അപ്പോൾ 1 ഇങ്ങനെ ഒരു n പ്രാവശ്യം കൂട്ടിയാൽ, കാരണം സം ടു n ടേംസ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഉത്തരം n ആയിരിക്കും. ഓക്കെ, ഇനി 10 - 1 9 ആക്കി എഴുതിയാൽ അവിടം വരെ മതി. ഇതകത്തേക്കൊക്കെ ഗുണിച്ച് കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകരുത് കേട്ടോ. സോ 7/9 ഇൻറ്റു 10 × 10⁻n - 1/10
10 ൽ നിന്ന് 1 കുറച്ച് 9 മൈനസ് n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനെ കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ ഡെക്കറേഷൻ ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടം വരെ എഴുതിയിട്ടാൽ ഫുൾ മാർക്കാണ്. ഇനി സമാനമായ ചോദ്യം 8, 88, 888 അങ്ങനെ ആണെങ്കിൽ ഈ ഒരേ ഒരു വ്യത്യാസം ഈ 7 കാണുന്ന സ്ഥലത്ത് 8 വരുമെന്ന് മാത്രമേ ഉള്ളൂ. 5, 55, 555 അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഫൈനൽ ഉത്തരത്തിൽ ഒരേ ഒരു വ്യത്യാസം ഈ 7 കാണുന്ന സ്ഥലത്ത് 5 വരും. ഓക്കെ, അതായത് ഫൈനൽ ഉത്തരത്തിന് ഈ ബാക്കി കാണുന്ന ഈ താഴെ കാണുന്ന 9നും 10നും 10n-നും 1നും 9നും ഈ n-നും ഒന്നും ഒരു മാറ്റവും ഇല്ല. മാറുന്നത് ഒരേ ഒരാള്, ആദ്യം കാണുന്ന ആള്. ഈ ന്യൂമറേറ്റർ നിൽക്കുന്ന ഇപ്പൊ ഇത് 7, 7, 77 അങ്ങനെ ആയതുകൊണ്ട് മുകളിൽ 7 വന്നു. ഓക്കെ, അപ്പം 2, 22 അങ്ങനെയാണെന്നെങ്കിൽ 2/9 എന്ന് വന്നേനെ. ഓക്കെ, ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ്. അപ്പം അങ്ങനെ സമാനമായി ഏത് ചോദ്യം വന്നാലും ഇതേ രീതിയിൽ ഉത്തരം എഴുതാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് y minus √3x minus 5 equal to 0 and √3y minus x plus 6 equal to 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കാം. y മൈനസ് √3x മൈനസ് 5 ഈക്വൽ ടു 0. രണ്ടാമത്തെ ലൈൻ √3y മൈനസ് എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ വാട്ട് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആൻഡ് ദെയർ സ്ലോപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പുകൾ, ചരിവുകളും അതിനിടയിലുള്ള ആംഗിളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? റിലേഷൻ ഇതാണ്: tan തീറ്റ is equal to modulus of m2 minus m1 by 1 plus m1 m2. ഇതാണ് ആ റിലേഷൻ, ആ ബന്ധം ഇതാണ്. tan തീറ്റ is equal to modulus of m2 minus m1 by 1 plus m1 m2, where m1 and m2 are the slopes of the lines and theta is the angle between the lines. ഓക്കെ, അപ്പൊ തീറ്റ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. m1 m2 കണ്ടുപിടിക്കാമല്ലോ. ലൈനിന്റെ സ്റ്റാൻഡേർഡ് രൂപം കിട്ടിയാൽ അവിടുന്ന് സ്ലോപ്പ് എഴുതാം. m1 പറഞ്ഞേ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് മൈനസ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് വൈ ആണ് ലൈനിൽ നിന്ന് സ്ലോപ്പ് എഴുതാനുള്ള വഴി. എക്സിന്റെ കോയിഫിഷ്യന്റ് മൈനസ് √3, വൈയുടെ കോയിഫിഷ്യന്റ് 1, രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് √3. ഓക്കെ, ഈ മൈനസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഈ കാണുന്ന മൈനസ് ഇക്വേഷനകത്തെ മൈനസാണ് അല്ലെ. മൈനസ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് മൈനസ് √3 ബൈ കോയിഫിഷ്യന്റ് ഓഫ് വൈ ആണ് 1. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, തെറ്റിക്കരുത്. രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് √3 വരും. ഓക്കെ, ഇനി m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ്, അവിടെ മൈനസ് എക്സിന്റെ കോയിഫിഷ്യന്റ് -1 ബൈ വൈയുടെ കോയിഫിഷ്യന്റ് √3. രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആയി 1 ബൈ √3. അപ്പൊ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. ഓക്കെ, ഇനി ആ സ്ലോപ്പിന്റെ വില ഈക്വേഷനിലോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ എന്ത് വരും? tan തീറ്റ is equal to മോഡുലസ് ഓഫ് m2ന്റെ സ്ഥാനത്ത് 1 ബൈ √3 മൈനസ് m1ന്റെ സ്ഥാനത്ത് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2, m1ന്റെ സ്ഥാനത്ത് √3 ഇൻറ്റു m2ന്റെ സ്ഥാനത്ത് 1 ബൈ √3. √3 വെട്ടി 1 മൈനസ് ക്രോസ് ചെയ്ത √3 ഇൻറ്റു √3 3 വരും ബൈ √3 ബൈ 1 പ്ലസ് √3 വെട്ടിയാൽ 1. ഓക്കെ, 1 ന്ന് 3 കുറച്ച് -2 ബൈ √3 ബൈ 1 കൂട്ടി 2, 2 2 വെട്ടാം. -1 ബൈ √3യുടെ മോഡുലസ്, മൈനസിന്റെ മോഡുലസ് എടുത്താൽ അത് പോസിറ്റീവ് ആവും. ആൻസർ എന്ത് വരും? 1 ബൈ √3. അപ്പൊ നമുക്ക് കിട്ടിയ വില ഇതാണ്. tan തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? tan തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ √3. ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ഇസ് ഈക്വൽ ടു tan ഏത് ആംഗിൾ ആണ് വരുന്നത്? 1 ബൈ √3. നമുക്കറിയാം tan 30 ആണ് അല്ലെ. tan 30 ആണ് 1 ബൈ √3. പക്ഷെ 30 ഡിഗ്രി മാത്രം എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഒരാംഗിളും കൂടെ വരുന്നുണ്ട് അല്ലെ. 30 ഡിഗ്രി ഒരാംഗിളും കൂടെ വരുന്നുണ്ട്. എന്താണ്? നമുക്കറിയാം, ഇപ്പൊ രണ്ട് ലൈനിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു അക്യൂട്ട് ആംഗിളും ഉണ്ടാവും, ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ടാവും. ഇഫ് ദ ലൈൻസ് ആർ നോട്ട് പെർപെൻഡിക്കുലർ. ഇപ്പൊ ഈ രണ്ട് ലൈൻസിനിടയിൽ ഒരു ആംഗിൾ, ഇത് തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഒരു അക്യൂട്ട് ആംഗിളും ഉണ്ടാവും, ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ടാവും. ഇത് അക്യൂട്ട് ആംഗിൾ ആണ് കിട്ടിയേക്കുന്നത്, 90യേക്കാൾ ചെറിയ അക്യൂട്ട് ആംഗിളാണ് കിട്ടിയേക്കുന്നത്. ഇനി ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും കൂടെ ഉണ്ടാവും, അതായത് 180ൽ നിന്ന് 30 കുറച്ച് കിട്ടുന്ന ആംഗിളും കൂടെ ഉണ്ടാവും. സോ 30 ഡിഗ്രി ഉണ്ട്, 180 30 കുറച്ച് 150 ഡിഗ്രി ഉണ്ട്. ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ.
സോ ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിളുകൾ ഏതൊക്കെയാണ്? 30 ഡിഗ്രിയും 150 ഡിഗ്രിയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നല്ലോണം ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/x + 1/2/x + 2. നമ്മൾ ചെയ്യേണ്ട ഇതാണ്, എക്സിന്റെ സ്ഥാനത്തോട്ട് വില കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് -2 കൊടുത്താൽ എന്ത് വരും? 1/-2 + 1/2 -2 + 2. മുകളിൽ 0 ആവും, താഴെ 0 ആവും. 0/0 ഫോമാണ് വരുന്നത്. 0/0 എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും അല്ലെ. ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിൽക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട ഇതാണ്. ആദ്യമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ഇങ്ങോട്ട് വരും, എക്സ് ഇങ്ങോട്ട് പോവും, /2x /x + 2. എന്നിട്ട് ഈ x + 2 x + 2 വെട്ടാം. അപ്പോൾ ഈ മുകളിലും താഴെയും 0 വരുത്തുന്ന ആളാണ് ഇപ്പോൾ വെട്ടിപ്പോയത്. ഇനി ധൈര്യമായിട്ട് എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി 1/2x എന്നുള്ള രീതിയിലോട്ട് മാറി. ഇനി എക്സിന് വില കൊടുക്കാം. 1/2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് -2. ആൻസർ -1/4 വരും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ഒരുപാട് പ്രാവശ്യം നമ്മുടെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് അടിച്ചു വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, ടാറ്റാ, ബൈ ബൈ, സീ യു.